മുക്കം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. 21/10/2023 നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കണമെന്നുള്ള കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ മുഖാന്തരമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ഈ ലെറ്റർ പോവുകയും ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലേക്ക് 120 പേരുടെ ഒരു ലിസ്റ്റാണ്, സീനിയോറിറ്റി ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. വിവിധ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള സംഭരണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഓരോ കാറ്റഗറിയിലും 12 പേരെ വീതം വെച്ചുകൊണ്ടുള്ള 10 കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് തന്നത്. എസ് സി ഒഴികെയുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. ഓപ്പൺ ഒരു ലിസ്റ്റും തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 120 ആളുകളെയാണ് നഗരസഭ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. 10 പേരെയാണ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത്. 10 പേരെയല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു 20 പേരെങ്കിലും എടുക്കണം എന്നുള്ളതാണ്. നമ്മളെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൗൺസിൽ 10 പേരെ എടുത്താൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 പേരെ എടുക്കാൻ തീരുമാനിച്ചത്. 10 പേരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ കൃത്യമായി എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ടാണ്. പരിഗണന എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും നോക്കി, അവരുടെ ആരോഗ്യസ്ഥിതി നോക്കി, പ്രാക്ടിക്കലായിട്ട് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അതിലെല്ലാം വിജയിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. എല്ലാ ആളുകളെയും തിരഞ്ഞെടുത്തുള്ള 10 പേരെയും കായികശേഷിയുള്ള ആളുകളെ നോക്കിക്കൊണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൗൺസിലിൽ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിൽ വന്നു. കൗൺസിൽ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായി നിയമപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സമരമൊക്കെ UDF പ്രഖ്യാപിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ പറയുന്നത് മുക്കം നഗരസഭ നേരിട്ട് മുക്കത്തുള്ള ആളുകളെ ഇത്ര ആളുകളെ ഇൻ്റർവ്യൂ നടത്തിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് നിയമാനുസൃതമാണ്. ഏതൊരു ഒഴിവ് വരുമ്പോഴും ഡെയിലി വേജസിന് എംപ്ലോയ്മെൻറ്റ് വഴിയെ നിയമിക്കാൻ പാടുള്ളൂ. ആ നിയമം കൃത്യമായി നഗരസഭ പാലിച്ചിട്ടുണ്ട്. അതേ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.